കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രികൾ ദുരിതാവസ്ഥയിൽ. കോട്ടപ്പറമ്പ് ഗവൺമെന്റ് ആശുപത്രിയുടെ മതിലിന്റെ ഒരു വശം ഇടിഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രി, ബീച്ച് ആശുപത്രി എന്നിവിടങ്ങളിലും സ്ഥിതി ഗുരുതരമാണ്. ഒരു 100 രൂപ പോലും ദിവസം കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവിടെ കിടക്കുന്നത്. ഇതിപ്പോൾ 1 മാസം, 2 മാസം, 6 മാസം, 2 വർഷമായ ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്. എങ്ങനെങ്കിലും ഒരു സംവിധാനം ഒരുക്കിയിട്ട് പാവങ്ങൾ ഇവിടെ സഹായിക്കണം. ജില്ലയിലെ സർക്കാർ ആശുപത്രികളുടെ ദയനീയാവസ്ഥയാണിത്. കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ ഒരു വശത്തെ ചുമരിടിഞ്ഞു വീണ് അപകടാവസ്ഥയിലാണ്. സമാന സ്ഥിതി തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും. കാഷ്വാലിറ്റിയിൽ ഇങ്ങനെ തീപിടുത്തമൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം അത് ഇതുപോലൊന്നും നന്നാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ലേ. ഞാൻ ഈ ഫയർ സിസ്റ്റമായിട്ട് കൂടുതൽ ബന്ധം ഇവിടെ വന്ന് നോക്കുമ്പോൾ ആ സാധനം ഒന്നും വർക്കിംഗ് അല്ല. കൂട്ടിരിപ്പുകാർക്ക് തല ചായ്ക്കാൻ ഇടമില്ല. ആകെയുള്ള സ്ഥലത്ത് ഷീറ്റ് പൊളിഞ്ഞ് വെള്ളം വീഴുന്ന സ്ഥിതിയും. തെരുവ് നായയും നായക്കളെ മനുഷ്യന്മാരൊപ്പം കടന്നു തുടങ്ങണേ. ഇത് എന്തിനടുത്ത് വെച്ചാൽ മറ്റുള്ളവർ കാട്ടി കൊടുക്കാൻ വേണ്ടി കണ്ടില്ലേ. അതുകൊണ്ട് വലിയ മാരക രോഗങ്ങളുണ്ടാവും. ഇൻഫെക്ഷൻ പരമായും എല്ലാവർക്കും ബാധിക്കുന്നത്. ഇതിനൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇൻഷുറൻസ് പദ്ധതിയും മുടങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ്. ഇൻഷുറൻസ് ഉണ്ട്, പക്ഷേ ഇൻഷുറൻസിലുണ്ടെങ്കിലും കുറേ മരുന്നുകളും ടെസ്റ്റുകളൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് എടുക്കുന്നുണ്ട്. അത് അതിന് തന്നെ 100 നൂലാമലാണ്. ആദ്യം തീർച്ചയായിട്ടും അത് റീഇംബേഴ്സ്മെൻറ്റിൽ കൂടി കൊണ്ടുവരണം. എന്ന് വെച്ചാൽ 2000-3000 രൂപയുടെ ടെസ്റ്റൊക്കെയാണ് പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൂടി റീഇംബേഴ്സ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് എന്തിനാ പിന്നെ ഇൻഷുറൻസ്? മരുന്ന് വാങ്ങിക്കുന്ന ഭാഗത്ത് കുഴപ്പമില്ല. ഇവിടെ ഈ ഇൻഷുറൻസ് റെഡിയാക്കുന്നിടത്തും അതേമാതിരി തന്നെ ബില്ലിങ് ചെയ്യുന്നിടത്തൊക്കെ വളരെ പ്രയാസം. നീണ്ട സമയം ക്യൂ നിൽക്കേണ്ട ഒരവസരമുണ്ട്. അതേസമയം ആരോഗ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസും അറിയിച്ചിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അവരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോവാതെ ഈ സിസ്റ്റം ഫെയിലിയറാണ്. അത് അവരാദ്യം മനസ്സിലാക്കുക. ഈ കപ്പൽ ആടി ഉലഞ്ഞിട്ടുണ്ട്. അതിനെ നേരെ നിർത്താൻ അവർ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന തെറ്റിദ്ധാരണ ഞങ്ങൾ ജനങ്ങളോട് സത്യാവസ്ഥ വിളിച്ചു പറയുക. ആ സത്യാവസ്ഥ വിളിച്ചു പറയുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്താമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒരടി പോലും മുന്നോട്ട് പോകില്ല അതിനകത്ത്. ആരോഗ്യമേഖലയുടെ അപകടാവസ്ഥ നിരവധി തവണ അധികൃതരെ അറിയിച്ചെങ്കിലും വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നതിന്റെ ഉദാഹരണമാണിത്. രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിന പിച്ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.